ഒലീവ് ഓർഗാനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ആര്യവേപ്പ് വെച്ചിട്ടുള്ള സോപ്പാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം സോപ്പ് ബേസ് അളന്നെടുക്കണം. അപ്പോൾ വെയിങ് മെഷീനിൽ 0 ആക്കിയതിന് ശേഷം സോപ്പ് ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 സോപ്പാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ 208 ഗ്രാം സോപ്പ് ബേസ് ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ എടുക്കുകയാണ് നല്ലത്. അപ്പോൾ സ്റ്റൗവിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സോപ്പ് ബേസ് കട്ട് ചെയ്ത പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുക്കണം. പിന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എടുത്ത് വെക്കണം. അപ്പോൾ അതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ ആര്യവേപ്പിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആര്യവേപ്പ് ഉണക്കി പൊടിച്ചതാണ്. പിന്നെ ഇതിലേക്ക് കറ്റാർവാഴയുടെ ജെല്ലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കണം. പിന്നെ കുറച്ച് ഒലീവ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ 12 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഈ ഇൻഗ്രീഡിയൻസ് ഇതിൽ കൂടുതലാവരുത്, അപ്പോൾ സോപ്പ് പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകും. അപ്പോൾ ആര്യവേപ്പ് വെച്ചിട്ടുള്ള സോപ്പ് സ്കിന്നിലുണ്ടാവുന്ന അലർജിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ അതാ സോപ്പ് ബേസ് മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് മെൽറ്റായി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഈ മിക്സ് ചെയ്തത് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റായി കിട്ടും. ഫുള്ള് തീയിലിട്ടിട്ട് മെൽറ്റ് ചെയ്തെടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മെൽറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇല്ലെങ്കിൽ ഈ ആര്യവേപ്പിൻ്റെത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതിലേക്ക് വിറ്റാമിൻ ഇയുടെ ഗുളികയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. 2 എണ്ണം എടുത്തിട്ടുണ്ട്. വിറ്റാമിൻ ഇയുടെ ഓയിലാണെങ്കിൽ ഒരു 2 ഡ്രോപ്പ് ഉറ്റിച്ച് കൊടുത്താൽ മതിയാവും. തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഈ വിറ്റാമിൻ ഇയുടെ ഗുളിക ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പെർഫ്യൂമും കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ അത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതിനനുസരിച്ചുള്ള പെർഫ്യൂം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നീം തുളസി പെർഫ്യൂമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 3 മില്ലി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു സ്മെല്ലാണ് ഈ നീം തുളസി പെർഫ്യൂം. അപ്പോൾ ഒന്നും കൂടെ മിക്സാക്കിയതിന് ശേഷം ഇത് 100 ഗ്രാമിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ദാ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, പതൊന്നുമില്ല, നല്ല പതല്ലാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കുറേ സമയത്ത് ഇളക്കിയിട്ട് എടുക്കാതിരുന്നാൽ മതി. അങ്ങനെ കുറേ സമയം ഇങ്ങനെ സ്പീഡിൽ മിക്സ് ചെയ്യുമ്പോഴാണ് ഇത് നല്ല പതം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ പതമില്ലാതിരിക്കാൻ ഇതുപോലെ മിക്സാക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിൽ നിന്നും എടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നല്ലൊരു കളറാണ് ഇത് ഉറച്ച് വരുന്ന സമയത്ത്. അപ്പോൾ ഒരു ബ്ലാക്ക് കളറിലേക്ക് മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ ദാ ഒരു 2 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് എടുക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കളറ് കണ്ടില്ലേ. ഇപ്പോൾ തന്നെ ഇതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കളറ് കിട്ടിയിട്ടുണ്ട്. ജ്യൂസ് വെച്ച് ചെയ്യുമ്പോൾ ഇത്ര കളർ ഉണ്ടാവില്ല. അതൊരു ലൈറ്റ് ഗ്രീൻ കളറായിട്ടാണ് കിട്ടുക. അപ്പോൾ ഇതുപോലെ പൗഡർ വെച്ചിട്ട് ചെയ്യുകയാണ് കുറച്ചും കൂടെ നന്നാവുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനിയിപ്പോൾ ഇത് എത്ര ഗ്രാം കിട്ടിയിട്ടുണ്ട് എന്ന് കാണിച്ചു തരാം. അപ്പോൾ വെയിങ് മെഷീനിൽ 0 ആക്കിയതിന് ശേഷം സോപ്പ് വെച്ച് കൊടുക്കുക. അപ്പോൾ 100 ഗ്രാമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ 100 ഗ്രാം അല്ലെങ്കിൽ 100-ലധികം ഉണ്ടാവലുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ഓർഗാനിക് ആയിട്ടുള്ള സോപ്പുകൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഒലീവ് ഓർഗാനിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഇൻഷാ അല്ലാഹ്.